നമ്മുടെ നാട്ടിൽ സർവീസ് അപ്പാർട്ട്മെന്റുകളുടെ സൗകര്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഹോട്ടൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു താൽക്കാലിക വീടിന്റെ എല്ലാ സൗകര്യങ്ങളും സർവീസ് അപ്പാർട്ട്മെന്റുകൾ നൽകുന്നുണ്ട്. യാത്രക്കിടെ താൽക്കാലികമായി തങ്ങണം, ഹോട്ടലല്ലാതെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ സൗകര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കഴിയാൻ ഒരിടമുണ്ടോ? അങ്ങനെയൊരു ചിന്തയുടെ ഫലമാണ് സർവീസ് അപ്പാർട്ട്മെന്റുകൾ. ഹോട്ടലുകൾക്ക് പിറകെ ഉണ്ടായ ഒരു പുതിയ വാസസങ്കല്പം. വിദേശ രാജ്യങ്ങളിൽ വളരെ നേരത്തെ തുടങ്ങിയ ഈ താമസരീതി വൈകാതെ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലും ആരംഭിച്ചു. കേരളത്തിൽ കൊച്ചിയിലാണ് ആദ്യം സർവീസ് അപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നഗരമധ്യത്തിലും ടെക്നോ പാർക്കിന് അടുത്തും സർവീസ് അപ്പാർട്ട്മെന്റുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 27 വർഷമായി നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച SFS ആണ് കേരളത്തിൽ സർവീസ് അപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കുന്നതിൽ ഏറെ താൽപര്യം കാണിക്കുന്നത്. ദൂരെ നിന്നും എത്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ തലേ ദിവസമേ താമസിക്കേണ്ടവർക്കും, ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും വരേണ്ടവർക്കും, ബിസിനസ് ആവശ്യങ്ങൾക്കായി ഏതാനും ദിവസം തങ്ങേണ്ടി വരുന്നവർക്കുമെല്ലാം ഒരു വീട്ടിലേതുപോലുള്ള താമസ സൗകര്യം ഒരുക്കുകയാണ് സർവീസ് അപ്പാർട്ട്മെന്റുകൾ. IT മേഖല വളർന്നുകൊണ്ടിരിക്കുകയായതിനാൽ പെട്ടെന്ന് ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് ചേർന്നയുടൻ താമസ സൗകര്യം കണ്ടെത്താൻ കഴിയാത്തവർക്ക് സർവീസ് അപ്പാർട്ട്മെന്റുകൾ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അവധിക്ക് കുടുംബവും ഒന്നിച്ച് നാട്ടിലെത്തി ദിവസങ്ങൾ തങ്ങേണ്ടി വരുന്നവർക്കും, നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ അടുത്ത ബന്ധുക്കളെ താമസിക്കുന്നിടത്തേക്ക് ക്ഷണിച്ച് ഒരു ചെറിയ ചടങ്ങ് നടത്തേണ്ടവർക്കും സർവീസ് അപ്പാർട്ട്മെന്റുകൾ ഉപകാരപ്രദമാണ്. ഹോട്ടൽ പ്രൈമറിലി ഒരു ഷോർട്ട് സ്റ്റേ വന്നു പോകുന്നവർക്കും വെരി സെൻട്രലി ലൊക്കേറ്റഡ് ഉള്ള സ്ഥലവും ആയിരുന്നു. പിന്നെ ബിസിനസ് ഇവോൾവ് ചെയ്യുന്നു, ട്രാവൽ ഫോർ പ്ലഷർ, ട്രാവൽ ഫോർ റിലീജിയസ് പർപ്പസസ്, ട്രാവൽ ഫോർ വെഡ്ഡിങ്സ്, സോഷ്യൽ ഫങ്ഷൻസ് വരുമ്പോൾ ഒരു ആൾക്കാർ കുറച്ചുകൂടി ഒരു ഹോംലി ഫീലിംഗ് വേണമെന്ന് തോന്നി. പിന്നെ ഇപ്പോൾ IT മേഖല ഇത്രയും വികസനമുള്ള കാരണം അതിനും ഒരു നീഡുണ്ട്. ആൾക്കാർ വരും, ഒരു 2 ആഴ്ച 3 ആഴ്ച താമസിച്ചിട്ട് അവർ അക്കോമഡേഷൻ പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും, പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഫാമിലി ഫംഗ്ഷന് വരിക, ഒരു 10-15 ഫാമിലി ഒത്ത് താമസിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്കൊരു ബോണ്ടിങ് കുറേ കൂടെ നല്ലതാവുന്നുണ്ട്. പിന്നെ വെക്കേഷന് വരുന്നുണ്ട്, അവർക്ക് പിള്ളേരൊക്കെ ആയിട്ടൊരു ഹോട്ടൽ റൂം വളരെ ക്രാംപ്ഡാണ്. ഈ സർവീസ് അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ കുറെ കൂടെ സ്പേഷ്യസ് ആണ്. ആവശ്യം കൂടുന്നത് അനുസരിച്ചാണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്തും ഗുരുവായൂരിലും SFS സർവീസ് അപ്പാർട്ട്മെന്റുകൾ പുതിയതായി ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ള സർവീസ് അപ്പാർട്ട്മെന്റിൽ 2 പേർക്കും 4 പേർക്കും താമസിക്കാവുന്ന മുറികളാണ് ഉള്ളത്. 2 പേർക്ക് ഒരു ദിവസത്തെ താമസത്തിന് 3000 രൂപയാണ് വാടക. 4 പേർക്ക് താമസിക്കണമെങ്കിൽ 3500 രൂപയാണ് വാടക. നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിന് ഇതിന്റെ ഇരട്ടി പണം നൽകണം എന്നിരിക്കെ താമസ സൗകര്യത്തിന് പണം മുടക്കാൻ മനസ്സുള്ളവർക്ക് സർവീസ് അപ്പാർട്ട്മെന്റുകളാണ് എന്തുകൊണ്ടും സൗകര്യം. ഇത് ഞങ്ങൾ ഗുരുവായൂരിലും കൊച്ചിനിലും വേറെ പല സ്ഥലത്തും എക്സ്പാൻഡ് ചെയ്യാനുള്ള
ഐഡിയ ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ടെക്നോ പാർക്കിനടുത്ത് ഞങ്ങൾക്കൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, സൈബർ പാംസ്. അതിൻ്റെ റോഡ് സൈഡിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെയും ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇതേമാതിരി ഒരു സംരംഭം തുടങ്ങാൻ. സോ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് ഒരു കോൺസെപ്റ്റായിട്ട് വളരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഇതിപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഈ 3000 രൂപ ഹോട്ടലല്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇറ്റ് ഇസ് ഒരു ഓൾമോസ്റ്റ് 5 സ്റ്റാർ ആണ്, മോർ ദൻ 4 സ്റ്റാർ ആണ്. ഇതിന് കമ്പയർ ചെയ്യുന്ന ട്രിവാൻഡ്രത്താണെങ്കിൽ താജ് ഹോട്ടലുണ്ട്, അവർ ചാർജ് ചെയ്യുന്ന 7000 രൂപ. ഞങ്ങൾ ഇൻട്രഡക്ടറി ഓഫറായിട്ട് 3500 ആണ്. ഇനി ക്രമേണ കോസ്റ്റ് ഓഫ് ഇത് കുറെ കൂടെ ബിസിനസ്സും കൂടി ഇൻപുട്ട് കോസ്റ്റും കൂടും, റേറ്റും കൂട്ടും. കോൺഫറൻസ് ഹാൾ, ജിം എന്നീ സൗകര്യങ്ങളും സർവീസ് അപ്പാർട്ട്മെന്റുകളിലുണ്ട്. ലാഭവും സൗകര്യപ്രദവുമൊക്കെ ആണെങ്കിലും ആർക്കും എപ്പോഴും വന്ന് താമസിക്കാനാകുന്ന സ്ഥലമല്ല സർവീസ് അപ്പാർട്ട്മെന്റുകൾ. താമസത്തിന് എത്തുന്നവർ വ്യക്തമായ തിരിച്ചറിയൽ രേഖകൾ നൽകണം. താമസിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വേണം. താൽക്കാലിക വാസത്തിന്റെ മാറുന്ന സങ്കല്പങ്ങളിലേക്ക് ഇനിയും ഏറെ നിർമ്മാതാക്കൾ കടന്നുവരുമെന്ന പ്രതീക്ഷയാണ് സർവീസ് അപ്പാർട്ട്മെന്റുകൾ ഉണർത്തുന്നത്. അടുത്ത യാത്രയ്ക്ക് സമയമായെങ്കിൽ ഓർക്കുക, യാത്ര കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരൽപ്പം പണം മുടക്കാൻ മനസ്സുണ്ടെങ്കിൽ വീട്ടിലെ സ്വസ്ഥതയോടെയും സൗകര്യങ്ങളോടെയും നിങ്ങൾക്ക് താമസിക്കാൻ സർവീസ് അപ്പാർട്ട്മെന്റുകളുണ്ട്.